അവൻ ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും പയ്യന്നൂർ കാനായിൽ വ്യാപക നാശനഷ്ടം. കാനായി വള്ളിക്കെട്ട് പ്രദേശത്തെ വീടുകൾക്കും കൃഷികൾക്കും നാശം സംഭവിച്ചു. സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി നഗരസഭാ അധികൃതർ. പുതിയങ്ങാടി കടപ്പുറത്തെ സീസൈഡ് ഐസ് പ്ലാന്റിൽ അമോണിയം ചോർച്ച. പ്ലാന്റിലെ പൈപ്പിൽ നിന്ന് വാതക ചോർച്ച ഉണ്ടായത് ബുധനാഴ്ച രാവിലെ. പയ്യന്നൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേന ഉച്ചയോടെ വാതക ചോർച്ച പരിഹരിച്ചു. ലോക ലഹരി വിരുദ്ധ ദിനം. നാടിനെ ലഹരി വിമുക്തമാക്കാൻ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് വൈവിധ്യമാർന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ. സർക്കാർ തന്നെ മദ്യ ഉപഭോഗത്തിന് സൗകര്യമൊരുക്കുമ്പോൾ ഇത്തരമൊരു ദിനാചരണത്തിന്റെ പ്രസക്തി എന്തെന്നും ചോദ്യം. പരിസ്ഥിതി സാഹിത്യകാരന്മാരെ ആക്രമിക്കാൻ ഗൂഢസംഘം നിലനിൽക്കുന്നുണ്ടെന്ന് വലിയപറമ്പ് പടന്നക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ദളമർമരം പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട്. ഇരകളെ വലയിലാക്കാൻ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളുടെ ഇമോഷണൽ മെസ്സേജിംഗ്. തട്ടിപ്പുകളെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരാകുമ്പോൾ തന്ത്രങ്ങൾ പരിഷ്കരിച്ച് തട്ടിപ്പ് സംഘങ്ങൾ. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും പയ്യന്നൂർ കാനായിൽ വ്യാപക നാശനഷ്ടം. കാനായി വള്ളിക്കെട്ട് പ്രദേശത്തെ വീടുകൾക്കും കൃഷികൾക്കും നാശം സംഭവിച്ചു. നഗരസഭാ അധികൃതർ സ്ഥലം സന്ദർശിച്ചു. പയ്യന്നൂർ കാനായി വള്ളിക്കെട്ട് പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരമുണ്ടായ കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായത്. ഇവിടെയുള്ള 4 വീടുകൾ ഭാഗികമായി തകർന്നു. റബ്ബർ, കവുങ്ങ്, വാഴ തുടങ്ങിയ കൃഷികൾക്കും വൻ നാശം സംഭവിച്ചു. വീടുകൾക്ക് മുകളിൽ മരങ്ങൾ കടപുഴകി വീണാണ് നാശനഷ്ടമുണ്ടായത്. ഇലക്ട്രിക് ലൈനുകളും പോസ്റ്റുകളും തകർന്നു. നാശനഷ്ടം സംഭവിച്ച വീടുകളിലും പ്രദേശത്തും നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T വിശ്വനാഥൻ, കൌൺസിലർ KM സുലോചന ടീച്ചർ, മുൻ കൌൺസിലർ M വാസന്തി, VV ഗിരീഷ്, P ഗംഗാധരൻ എന്നിവർ ഒപ്പം ചേർന്നു. നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണും മറ്റും നിരവധി വീടുകൾക്കും കൃഷിക്കും വൻ നാശനഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. മഴക്കെടുതിയിൽപ്പെട്ട മേഖലയിൽ നഗരസഭ ദുരന്ത നിവാരണ സേന അടിയന്തര സഹായവുമായി എത്തിയാണ് മരങ്ങളും മറ്റും മുറിച്ചു മാറ്റുകയും നീക്കം ചെയ്യുകയും ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പുതിയങ്ങാടി കടപ്പുറത്തെ സീസൈഡ് ഐസ് പ്ലാന്റിൽ അമോണിയം ചോർച്ച. ബുധനാഴ്ച രാവിലെയാണ് പ്ലാന്റിലെ പൈപ്പിൽ നിന്ന് വാതക ചോർച്ച ഉണ്ടായത്. പയ്യന്നൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേന ഉച്ചയോടെ വാതക ചോർച്ച പരിഹരിച്ചു. ബുധനാഴ്ച രാവിലെ 10:30ഓടെയാണ് പുതിയങ്ങാടി കടപ്പുറത്തെ സീസൈഡ് ഐസ് പ്ലാന്റിൽ അമോണിയം ചോർച്ച ഉണ്ടായത്. അറ്റകുറ്റപ്രവൃത്തിക്കിടെയായിരുന്നു ചോർച്ച.
പയ്യന്നൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേന ഏറെ പരിശ്രമിച്ചാണ് വാതക ചോർച്ച പരിഹരിച്ചത്. പ്ലാന്റിലെ പൈപ്പിലുണ്ടായ ചോർച്ച പരിഹരിക്കാനായിട്ടുണ്ടെന്ന് പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ PV പ്രകാശ് കുമാർ പറഞ്ഞു. ഇത് ഈ സീസൈഡ് ഐസ് പ്ലാന്റിൽ അവർ പീരിയോഡിക്കലായിട്ട് മെയിൻ്റനൻസ് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമോണിയ കടന്നു പോകുന്ന പൈപ്പിന്റെ വാൽവിൽ കംപ്ലൈന്റ് ഉണ്ടായതാണ്. അത് 8-10 വാൽവ് ഉള്ളതിനകത്ത് ഒരു 7 വാൽവ് അവർക്ക് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞു. ഉള്ളിലേക്കായതുകൊണ്ട് ശക്തിയായിട്ട് അമോണിയ ലീക്കേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണുനീറ്റലും ശ്വാസം മുട്ടലും അങ്ങനത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് അവർക്കത് ബാക്കി പൂർണ്ണമായിട്ട് അടയ്ക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അങ്ങനെയാണ് അവർ പയ്യന്നൂർ ഫയർഫോഴ്സിനെ വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഫുൾ ബോഡി പ്രൊട്ടക്ഷനും അതേപോലെ BS സെറ്റും ധരിച്ചിട്ട് ഉള്ളിൽ കടന്നിട്ട് ആ വാൽവ് ക്ലോസ് ചെയ്തിട്ട് ആ ലീക്കേജ് ഏകദേശം പൂർണ്ണമായി അണക്കിയായിരുന്നു. പിന്നെ കുറച്ച് സമയം കൂടി ആ പൈപ്പിൽ ശേഷിച്ച അമോണിയാണ് പുറത്തോട്ട് വന്നുകൊണ്ടിരുന്നത്. അത് ലിക്വിഡ് അമോണിയാണ്. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കുറച്ച് അധിക സമയം പുറത്തേക്ക് വരാനുള്ളത് ഉണ്ടാവും. അങ്ങനെയാണ് നമ്മളിപ്പോ അത് പൂർണ്ണമായിട്ടും ലീക്ക് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപകടനില പൂർണ്ണമായി തരണം ചെയ്തിട്ടുണ്ട്. പ്ലാന്റിലെ മുഴുവൻ അറ്റകുറ്റപ്രവൃത്തികൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ പ്ലാന്റ് പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്ന് സ്ഥലം സന്ദർശിച്ച തളിപ്പറമ്പ് RDO M അജയകുമാറും അറിയിച്ചു. ഇനി അതിന്റെ മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്തതിനു ശേഷം മാത്രമേ അത് തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അത് അതിന്റെ ഓണറെടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും ചോർച്ച പരിഹരിക്കുന്ന സംഘത്തിലുണ്ടായിരുന്നു. പഴയങ്ങാടി പോലീസും സ്ഥലത്തെത്തി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, മാടായി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഷീദ ഒടിയിൽ, OK രതീഷ് തുടങ്ങിയവരും സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ നഗരസഭ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളൂർ JRC സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് പദ്ധതി ഹൈസ്കൂൾ വിഭാഗം ലഹരി വിരുദ്ധ ക്ലബ്ബ് ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വെള്ളരിക്കുണ്ട് SI MV ശ്രീദാസ് ഉദ്ഘാടനം ചെയ്തു. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂൾ ഹെഡ് മിസ്ട്രസ് V ദീപയുടെ അധ്യക്ഷതയിൽ വെള്ളരിക്കുണ്ട് SI MV ശ്രീദീപ് ലഹരി വിരുദ്ധ സംഗമം ഉദ്ഘാടനം ചെയ്തു. കഞ്ചാവ് കേസല്ല, ഒരു MDMA കേസ്. ആ MDMA കേസ് പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും വലിയ ഫോണുണ്ടാവും അല്ലേ? നിങ്ങൾ വൈകുന്നേരം പോയി നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോണെടുത്ത് കളിക്കുന്നില്ലേ? അതുപോലെ അതിലും വലിയ ഫോണുകൾ ഇവരുടെ കയ്യിൽ 1-2 ഉണ്ടാവും. ആ ഫോണെടുത്തു അവരുടെ ലോക്കെല്ലാം മാറ്റി തരാൻ വേണ്ടി പറഞ്ഞു. ആ ലോക്കൊക്കെ മാറ്റി. ലഹരി വിരുദ്ധ ക്ലബ്ബ് കൺവീനർ KP രാജേഷ്, PV സുരേന്ദ്രൻ, ശീതൽ KP തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സംഗീത ശില്പവും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിസ്ഥിതി സാഹിത്യകാരന്മാരെ ആക്രമിക്കാൻ ഗൂഢസംഘം നിലനിൽക്കുന്നുണ്ടെന്ന് പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട്. വലിയപറമ്പ് പടന്നക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ദളമർമരം പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി അനുകൂല സാഹിത്യ രചനകൾ നടത്തുന്ന തന്നെ പോലുള്ളവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഒരു സംഘം പ്രവർത്തിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും പരിസ്ഥിതി സാഹിത്യത്തിൽ നിന്നും പിന്മാറില്ല. ഇതും ഒരു തരത്തിൽ സമരപ്രവർത്തനമാണെന്ന് ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് പറഞ്ഞു. ശക്തമായിട്ട് മലയാളത്തിലെ ഏറ്റവും പരിസ്ഥിതി കഥകളും നോവലുകളും എഴുതിയിട്ടുള്ളത് ഞാൻ തന്നെയാണ്. ഞാൻ എന്നെക്കുറിച്ച് പറയുന്നതല്ല, വായിക്കുന്നവർക്കറിയാം. അത്രമാത്രം കഥകൾ, ലേഖനങ്ങൾ, നോവലുകൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി ഞാൻ എഴുതിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു സമരപ്രവർത്തനമാണ്. പരിസ്ഥിതി സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. നേരത്തെ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ. പരിപാടി വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീവൻ ഇടയിലേക്കാട് ഉദ്ഘാടനം ചെയ്തു. ഫോറസ്റ്റ് അസിസ്റ്റന്റ് കൺസർവേറ്റർ ഷജ്ന കരീം സാഹിത്യോദ്യാനം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ശ്യാമള അധ്യക്ഷത വഹിച്ചു. CJ സജിത്, K അനിൽകുമാർ, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സോളമൻ T ജോർജ്, SS പ്രോഗ്രാം ഓഫീസർ TV അനിൽ, പ്രിൻസിപ്പൽ PS ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മുന്നോടിയായി വലിയപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സജീവൻ ഇടയിലേക്കാടിനൊപ്പം ചേർന്ന് വിദ്യാർത്ഥികളും പരിസ്ഥിതി ഗാനമാലിക ആലപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ ദിനാചരണം കണ്ണൂർ റൂറൽ ജില്ലാതല ഉദ്ഘാടനം കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കണ്ണൂർ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP M സജീവ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണം കണ്ണൂർ റൂറൽ ജില്ലാതല ഉദ്ഘാടനം കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കണ്ണൂർ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP PM സജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു കെമിക്കലാണ് ഈ MDMA. ഇത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ലഹരി എന്ന് പറയുന്നുണ്ടെങ്കിൽ ലഹരി എന്താണെന്നല്ല അറിയുന്നത്.
ഈ ഒരു യൂഫറിയ എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ യൂഫറിയ എന്ന് പറയുന്നത്. PTA പ്രസിഡന്റ് മനോജ് കൈപ്രത്ത് അധ്യക്ഷനായ ചടങ്ങിൽ SPC ADNO കെ പ്രസാദ്, PV രാജേഷ്, KV ലീജ, M ശിൽജ, പോലീസ് ജനമൈത്രി ബീറ്റ് ഓഫീസർ രാജേഷ്, സിവിൽ എക്സൈസ് ഓഫീസർ ജൂണ തുടങ്ങിയവർ സംബന്ധിച്ചു. കുട്ടികളുടെ ലഹരി വിരുദ്ധ പാർലമെന്റ്, ലഹരി വിരുദ്ധ പ്രതിജ്ഞ എന്നിവയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കാലവർഷം ശക്തമായതോടെ പുതിയങ്ങാടി കടപ്പുറത്ത് കടലാക്രമണം രൂക്ഷം. തീരം കടലെടുത്ത അവസ്ഥയിലാണ്. കാലവർഷം കൂടുതൽ ശക്തി പ്രാപിച്ചാൽ സ്ഥിതി ഇതിലും ഗുരുതരമാവാനാണ് സാധ്യത. പുതിയങ്ങാടി കടപ്പുറത്ത് കടലാക്രമണം രൂക്ഷമായിരിക്കുകയാണ്. ശക്തമായ തിരമാലയാണ് തീരത്തുണ്ടാവുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കടലാക്രമണം രൂക്ഷമായതോടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് ഏറ്റവും പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഒരു കടലും കൂടെ വന്നാൽ ഈ കര കംപ്ലീറ്റ് പോകും. ഇപ്പൊ ഫസ്റ്റ് വന്ന കടലല്ലേ, ഇനിയിപ്പോ 2-3 കടൽ അടിക്കാനുണ്ട്. അത്ര വെച്ചാൽ പിന്നെ കരയെ നോക്കണ്ട. കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ അല്ലേ? കാലവർഷം കൂടിയതാണ് കടൽ ഇത്ര ആക്രമിച്ചുള്ളത്. ഈ കടലാക്രമണം ഒരു 10-15 ദിവസം ഉണ്ടാവും. പിന്നെ കാലവർഷം വൈകിയത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ ലേറ്റായിട്ട് ഇങ്ങനെ വന്നത്. 2 ആഴ്ച മുമ്പേ പൊട്ടേണ്ടതാണ് കടൽ. അപ്പോൾ 2-3 ദിവസം മഴ കൊണ്ടാണ് ഇപ്പോൾ കടലിങ്ങനെ കൂടിയത്. കാറ്റുകൊണ്ടല്ല. അതുപോലെ ഇപ്പോൾ JCB എന്ന് പറഞ്ഞാൽ കുറേ തോണികളുണ്ടായിരുന്നു, അതിലും വലിച്ച് കയറ്റിയിട്ട് അപ്പോൾ ഇത് 3-4 ദിവസം കൂടി ഉണ്ടാവും ഈ കടൽ. ചില കടൽക്കരയിൽ നിർത്തിയിട്ട വള്ളങ്ങൾ മത്സ്യത്തൊഴിലാളികൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മാറ്റിയിട്ടുണ്ട്. ചൂട്ടാട്, നീരൊഴുക്കുംചാൽ പ്രദേശങ്ങളിലും കടലാക്രമണം രൂക്ഷമാണ്. കാലവർഷം കൂടുതൽ ശക്തി പ്രാപിച്ചാൽ സ്ഥിതി ഇതിലും ഗുരുതരമാവാനാണ് സാധ്യത. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പ് 29-ന് നടക്കാനിരിക്കെ 3 സീറ്റുകളിൽ SFIക്ക് എതിരില്ലാതെ ജയം. 2 ബാച്ച് പ്രതിനിധി സ്ഥാനത്തും സ്പോർട്സ് പ്രതിനിധി സ്ഥാനത്തേക്കുമാണ് ഏകപക്ഷീയമായ ജയമുണ്ടായത്. MSF KSU സഖ്യം ചരിത്രത്തിൽ ആദ്യമായി പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFIക്കെതിരെ മത്സരിക്കുകയാണ്. 2020 ബാച്ച് പ്രതിനിധിയായി അതുൽ P അരുണും PG പ്രതിനിധിയായി G അഖിലും സ്പോർട്സ് പ്രതിനിധിയായി MR ആദിത്യ കൃഷ്ണനുമാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. മറ്റു 12 സ്ഥാനത്തിലേക്കുമുള്ള തിരഞ്ഞെടുപ്പാണ് 29-ന് നടക്കുക. 15 സീറ്റുകളിൽ 4 ക്ലാസ് പ്രതിനിധികളും 1 PG സ്പോർട്സ് സെക്രട്ടറിയും മറ്റുള്ള പ്രധാന സ്ഥാനങ്ങളിലേക്കുമാണ് നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചത്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തിങ്കളാഴ്ച രാവിലെ തുടങ്ങി. വൈകിട്ട് 6 മണിവരെ നീണ്ടിരുന്നു. KSU യൂണിറ്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞയാഴ്ച പരിയാരത്ത് സംഘർഷമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംഘർഷ സാധ്യതയുണ്ടെന്ന സൂചനയെ തുടർന്ന് പോലീസ് ജാഗ്രത പുലർത്തി വരികയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഏറ്റുകുടുക്ക പായത്ത് പ്രവർത്തിക്കുന്ന റോയൽ ലാറ്റക്സ് കമ്പനി ജനജീവിതം ദുരിതമാക്കുന്നുവെന്ന് കാങ്കോൽ ആലപ്പടമ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏറ്റുകുടുക്ക പായത്ത് പ്രവർത്തിക്കുന്ന റോയൽ ലാറ്റക്സ് കമ്പനി ജനജീവിതം ദുരിതമാക്കിയെന്ന് കാങ്കോൽ ആലപ്പടമ്പ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ജനജീവിതം ദുരിതമാക്കുന്ന കമ്പനിക്ക് പ്രവർത്തനാനുമതി കൊടുത്തതിലെ ദുരൂഹത അന്വേഷിക്കണം. കമ്പനിയിൽ നിന്നുള്ള ദുർഗന്ധം കാരണം ആലപ്പടമ്പ്, പായം, ഏറ്റുകുടുക്ക, വടക്കേക്കര പ്രദേശത്തുകാർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. പ്രദേശത്തുകാർക്ക് ശ്വാസ, കണ്ണ് സംബന്ധമായ രോഗങ്ങളും വ്യാപിച്ചു. എത്രയും വേഗം പ്രദേശത്ത് മെഡിക്കൽ സംഘത്തെ അയക്കണം. ദുർഗന്ധം വ്യാപിക്കുന്നതിനെപ്പറ്റി ശാസ്ത്രീയ പഠനവും നടത്തണം. പ്രദേശത്ത് ജലപരിശോധനയും നടത്തണം. കമ്പനി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വിഷമമില്ലാത്ത രീതിയിലാകണം. കമ്പനിക്കെതിരെ സമരം നടത്തുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മഹേഷ് കുന്നുമ്മൽ, മണ്ഡലം പ്രസിഡന്റ് N അബ്ദുൾ റഹ്മാൻ, PK ലക്ഷ്മണൻ, വൈശാഖ് ഏറ്റുകുടുക്ക, TM ബാലകേശവൻ നമ്പീശൻ, P ദിലീപ് കുമാർ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ ആസ്വാദ്യകരമായി പ്രചരിപ്പിക്കാൻ വെള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തശില്പം ശ്രദ്ധേയമായി. 17ഓളം കുട്ടികളാണ് നൃത്തശില്പത്തിൽ അണിനിരന്നത്. വശങ്ങൾ തെരുവു നാടകത്തിന്റെ മാതൃകയിൽ നൃത്തശില്പമൊരുക്കി വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചപ്പോൾ വെള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ലഹരി വിരുദ്ധ ദിനാചരണം വേറിട്ടതായി.
സ്കൂൾ കൗൺസിലർ ശീതൽ കെ പി, JRC കൗൺസിലർ ബാസിമ AN എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സ്കൂളിലെ ലഹരി വിരുദ്ധ സംഗമത്തിന്റെ ഭാഗമായാണ് നൃത്തശില്പം ഒരുക്കിയത്. ജീവിതമാണ് ലഹരി എന്ന സന്ദേശം കുട്ടികളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി അവതരിപ്പിച്ച നൃത്തശില്പത്തിൽ 17ഓളം കുട്ടികളാണ് അണിനിരന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇരകളെ വലയിലാക്കാൻ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളുടെ ഇമോഷണൽ മെസ്സേജിംഗ്. തട്ടിപ്പുകളെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരാകുമ്പോൾ തന്ത്രങ്ങൾ പരിഷ്കരിക്കുകയാണ് തട്ടിപ്പ് സംഘങ്ങൾ. നമ്മളെ കബളിപ്പിച്ച് പണം തട്ടുന്ന ഗൂഢമായ സംഘങ്ങൾ വളരെ കൂടുതലായി നാം കാണുകയാണ്. നമ്മുടെ വാട്സപ്പുകളിലൊക്കെ നമ്മൾക്ക് മെസ്സേജുകൾ പലതും നമ്മളുടെ കോളുകൾ നമ്മൾക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിലും സ്പാം കോളുകൾ ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധ്യതകളുണ്ട്. ആ സ്പാം കോളുകൾ ലോക്ക് ചെയ്താലും നമ്മൾക്ക് പല രൂപത്തിലുള്ള മെസ്സേജുകൾ വന്ന് നമ്മുടെ ഫ്രണ്ട്ലി മെസ്സേജുകൾ വന്ന് നമ്മളെ കബളിപ്പിക്കപ്പെടുന്ന സംഘം വളരെ കൂടുതലാണ്. പ്രതികരിക്കാത്തവരും പ്രതികരിക്കാനാണ് ഇമോഷണൽ മെസ്സേജുകൾ അയക്കുന്നത്. പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും വളരെ അടുപ്പമുള്ള ആളെ പോലെ സംസാരിച്ചുകൊണ്ടാണ് മെസ്സേജുകൾ വരിക. എന്നാൽ പ്രതികരിക്കുമ്പോഴാണ് കബളിപ്പിക്കൽ മനസ്സിലാകുക. പുതിയ കാല തട്ടിപ്പിന്റെ മറ്റൊരു മുഖമാണിത്. തട്ടിപ്പുകൾ തിരിച്ചറിഞ്ഞ് ജനങ്ങൾ ജാഗ്രത പുലർത്താൻ തുടങ്ങിയതോടെ പല മെസ്സേജുകളോടും ജനങ്ങൾ പ്രതികരിക്കാതെയായി. ഇതോടെയാണ് ഇക്കൂട്ടർ ഇമോഷണൽ മെസ്സേജുകളുമായി ഇരകളെ വീഴ്ത്താനെത്തിയത്. വാട്സപ്പാണ് തട്ടിപ്പ് സംഘങ്ങൾ പ്രധാനമായും ഉപയോഗപ്പെടുത്തുന്നത്. സാമ്പത്തിക നേട്ടം വാഗ്ദാനം ചെയ്ത് പേഴ്സണൽ മെസ്സേജായും ബിസിനസ് ഗ്രൂപ്പുകളിൽ ചേർത്തും പലതരത്തിലുള്ള തട്ടിപ്പുകൾ അരങ്ങേറുന്നുണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പ്രൊഫൈൽ സെറ്റ് ചെയ്തും തട്ടിപ്പുകാർ എത്തുന്നുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങളുടെ ആദ്യപടിയാണ് ഇത്തരം മെസ്സേജുകൾ സ്ഥിരമായി ലഭിച്ചു തുടങ്ങിയതോടെ കോണ്ടാക്ട് ബ്ലോക്ക് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്ത് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കുകയുമാണ് പലരും ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കോളിൽ തന്നെ നിരവധിയായി ഞാൻ BSNL-ലാണ് വരുന്നതെന്നും ഞാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നാണ് വിളിക്കുന്നതെന്നും ഞാൻ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിൽ നിന്ന് വിളിക്കുന്നതെന്നും നിങ്ങൾക്ക് 10,000 രൂപ ഇട്ടാൽ വൈകുന്നേരമാകുമ്പോൾ 20,000 രൂപ വരും, നിങ്ങൾ ഇതിന് കോൾ അറ്റൻഡ് ചെയ്താൽ വൈകുന്നേരമാകുമ്പോഴേക്കും 5,000 രൂപയുടെ ഡെയിലി നിങ്ങൾക്ക് സമ്പാദിക്കാൻ വേണ്ടി പറ്റും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന നിരവധിയായ കോളുകൾ വരുന്ന സാഹചര്യമുണ്ട്. പൊതുസമൂഹത്തിന് ഭീഷണിയും ശല്യവുമായി തീരുന്ന ഇത്തരം സംഘങ്ങൾക്കെതിരെ കർശന നടപടി ഉണ്ടാകേണ്ടതുണ്ട്. പൊതുജനങ്ങളുടെ വ്യക്തിവിവരങ്ങൾ ഇവർക്ക് ചോർന്നു ലഭിക്കുന്നത് എങ്ങനെയാണ് എന്നും അന്വേഷിക്കപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്തിന് മിനിഞ്ഞാന്നാണ് ഒരു ലിങ്ക് അയച്ചു തന്ന് ആ ലിങ്കിൽ നിങ്ങളൊന്ന് ടച്ച് ചെയ്യണം, അത് നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് കാർഡിൽ നിന്നാണ് 20,000 രൂപ മിനിഞ്ഞാൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കക്ഷി എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ റെമഡി എന്നുള്ളത് സൈബർ ക്രൈമുകൾ കൊടുക്കുക, അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാരത് സഞ്ചാർ ലിമിറ്റഡിലുള്ള പോർട്ടൽ പോയി നമ്മൾക്ക് അതിന് വേണ്ടുന്ന പരാതികൾ കൊടുക്കുക എന്നൊക്കെയാണ്. പക്ഷേ beware of these kinds of messages എന്നാണ് എനിക്ക് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. എരമംകുറ്റൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDS-ന്റെയും പയ്യന്നൂർ സബ് RTO-യുടെയും നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ MP റോഷൻ ക്ലാസ് എടുത്തു. വാർഡ് തലത്തിൽ സന്നദ്ധ പ്രവർത്തകരെ അണിനിരത്തി അപകടരഹിത പഞ്ചായത്ത് എന്ന നേട്ടം കൈവരിക്കുകയാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം. എരമംകുറ്റൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDS-ന്റെയും പയ്യന്നൂർ സബ് RTO ഓഫീസിന്റെയും നേതൃത്വത്തിൽ അപകടരഹിത കേരളം, അമ്മക്കുരുമ്മ, കുഞ്ഞിക്കുരുമ്മ, റോഡ് സുരക്ഷാ ബോധവൽക്കരണം എന്നിവ സംഘടിപ്പിച്ചു. മാതമംഗലത്ത് നടന്ന പരിപാടിയിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ MP റോഷൻ ക്ലാസ് എടുത്തു. കണക്കെടുത്ത് കഴിഞ്ഞാൽ ലോകത്തിലെ 10ാം സ്ഥാനത്താണ് റോഡ് അപകടങ്ങളിൽ മരിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ്. 10ാം സ്ഥാനത്ത് എത്തിയിരിക്കണം. ഇപ്പോൾ ഇത് കുറച്ച് മുമ്പേയുള്ള കണക്കാണ്. അത് നമ്മൾ ഇതേ രീതിയിൽ തുടർന്നു പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? അത് അധികം താമസിയാതെ 1ാം സ്ഥാനത്തെത്തും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ബിജീഷ്, TK രാജൻ, K സരിത, MK കരുണാകരൻ മാസ്റ്റർ, CDS ചെയർപേഴ്സൺ ആലീസ് ജോയ്, CK ശ്രീജ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം വിവിധ പരിപാടികളോടെ തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആചരിച്ചു. നീലേശ്വരം എക്സൈസ് ഇൻസ്പെക്ടർ M ജിജിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു.
ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തവും പിന്തുണയും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് എക്സൈസ് അധികൃതരുടെ സഹകരണത്തോടെ സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനാചരണം നടത്തിയത്. ലഹരി വിരുദ്ധ റാലി, കുട്ടികളുടെ പാർലമെന്റ്, ലഹരി വിരുദ്ധ പ്രതിജ്ഞ എന്നിവ നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നീലേശ്വരം എക്സൈസ് ഇൻസ്പെക്ടർ എം ജിജിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക ഇ കെ ബൈജ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് വിമുക്തി മെന്റർ പി ഗോവിന്ദൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ കെ ഗോപി, സ്റ്റാഫ് സെക്രട്ടറി പി ഫൽഗുനൻ, കെ ഷൈനി, എൻ ശ്രീഷ്മ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ ഉദ്ഘാടനം ചെയ്തു. പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ ഉദ്ഘാടനം ചെയ്തു. കർഷകർക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ സ്വന്തം പ്രദേശത്ത് തന്നെ വിപണന സൗകര്യങ്ങൾ ഒരുക്കുന്നതോടൊപ്പം തന്നെ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയാണ് ഈ ഒരു പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ കൃഷി ഓഫീസർ കെ ടി ഹരിത, ഭരണസമിതി അംഗങ്ങളായ ടി വി സുധാകരൻ, എൻ കാർത്യായനി, പി കെ ഭാസ്കരൻ, പി വി ഷൈന, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എൻ ഇന്ദിര, കൃഷി അസിസ്റ്റന്റ് പി വി പ്രശാന്ത് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. തൃക്കരിപ്പൂർ കൊയോങ്കര തങ്കയം പാടശേഖരത്തിൽ കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് കൃഷിക്കാവശ്യമായ കൈത്തോട് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൃഷിവകുപ്പുമായി സംയോജിപ്പിച്ച് കൊയോങ്കര തങ്കയം പാടശേഖരത്തിൽ കയർഭൂ വസ്ത്രം ഉപയോഗിച്ച് കൃഷിക്കാവശ്യമായ കൈത്തോട് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. കൈത്തോട് നിർമ്മിക്കുന്നത് വഴി ഒന്നാം വിള കൃഷി ചെയ്യുന്ന പാടങ്ങളെ മൂന്നാം വിള കൃഷി ചെയ്യുന്നതിന് അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുക്കുക എന്നതാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ഹാഷിം അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ എ രജീന, കയർഫെഡ് ഉദ്യോഗസ്ഥൻ അനിൽകുമാർ എന്നിവർ പദ്ധതി വിശദീകരിച്ചു. വാർഡ് മെമ്പർമാരായ സീതാ ഗണേശൻ, രജീഷ് ബാബു, NREG ഓവർസിയർ സാജിദ് എജി, NREGA അക്രഡിറ്റ് എഞ്ചിനീയർ ശ്യാമിലി പി, പാടശേഖര സമിതി അംഗങ്ങൾ, മേറ്റുമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കാങ്കോൽ ആലപ്പടമ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാങ്കോലിൽ അഡ്വക്കേറ്റ് വി ഷാഹുൽ ഹമീദ് അനുസ്മരണവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാങ്കോലിൽ അഡ്വക്കേറ്റ് വി ഷാഹുൽ ഹമീദ് അനുസ്മരണവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എനിക്ക് പഴയ ഒട്ടേറെ കാര്യങ്ങൾ എൻ്റെ മനോമുഖരത്തിൽ തെളിഞ്ഞു വരുന്നു. യൂത്ത് കോൺഗ്രസിലും KSUവിലും കോൺഗ്രസിലുമൊക്കെ പ്രവർത്തിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി ത്യാഗപൂർവമായ പ്രവർത്തനം നടത്തിയ ആളായിരുന്നു വി ഷാഹുൽ ഹമീദ്. കാങ്കോൽ പോലെയുള്ള പ്രദേശങ്ങളിൽ, പയ്യന്നൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ കോൺഗ്രസിന്റെ മഹത്തായ ആശയങ്ങളും ആദർശങ്ങളും പ്രചരിപ്പിക്കുവാൻ വേണ്ടി കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാകയിൽ ചുവടിലെത്തി N. അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ P. ദിലീപ് കുമാർ, V. കൃഷ്ണൻ മാസ്റ്റർ, മഹേഷ് കുന്നുമ്മൽ, P. K. ലക്ഷ്മണൻ, T. M. ബാലകേശവൻ, A. V. രാമചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. അഡ്വക്കേറ്റ് D. K. ഗോപിനാഥ് അനുസ്മരണ പ്രഭാഷണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. ഉത്തര കേരളത്തിലെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ഓലയമ്പാടി മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നവീകരിച്ചു നിർമ്മിക്കുന്ന ചുറ്റമ്പലത്തിന്റെ ഉത്തരം കയറ്റൽ കർമ്മം ബുധനാഴ്ച രാവിലെ ശുഭമുഹൂർത്തത്തിൽ നടന്നു. ക്ഷേത്രം മേലാചാരി KT ശങ്കരൻ ആചാരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പൂർണ്ണമായും കൃഷ്ണശിലയിൽ നിർമ്മിക്കുന്ന ചുറ്റമ്പലത്തിന്റെ നിർമ്മാണത്തിന് ഭക്തജനങ്ങളുടെ സഹകരണത്തിലാണ് പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. ക്ഷേത്രം മേൽശാന്തി അശോക അടിക, പ്രസിഡന്റ് KC നാരായണൻ, സെക്രട്ടറി കൊടക്കൽ പത്മനാഭൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് ഭക്തജനങ്ങൾക്ക് പായസ വിതരണവും നടന്നു. 1 കോടിയോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ചുറ്റമ്പലത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ കഴിയുന്നത്ര വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നും ഭക്തജനങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്നും ക്ഷേത്രം പ്രസിഡന്റ് KC നാരായണൻ അഭ്യർത്ഥിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര.
മാത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സീഡ് സൊസൈറ്റി ചെറുകിട വ്യാപാര മേഖലയെയും സഹകരണ സ്ഥാപനങ്ങളെയും തകർക്കുന്ന ഒന്നാണെന്ന് വ്യാപാരികൾ. പൊതുജനങ്ങൾ ഇതിൽ വഞ്ചിതരാകരുതെന്നും പ്രസ്തുത സ്ഥാപനത്തിനെതിരെ വ്യാപാരികൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണെന്നും കേരള വ്യാപാരി വ്യവസായി സമിതി മാത്തിൽ യൂണിറ്റ് വാർത്താസമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. വഴിയോര വാണിഭം പോലുള്ള കച്ചവടങ്ങൾ ചില സംഘടനകളുടെ പിന്തുണയോടുകൂടി തന്നെ വളരെ ശക്തമായ രീതിയിലും ഓൺലൈൻ വ്യാപാരവും വ്യാപാര മേഖലയെ തകർച്ചയിലേക്ക് പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയും പയ്യന്നൂർ ബ്ലോക്കിലെ കാങ്കോൽ, ആലപ്പടമ്പ, കരിവെള്ളൂർ, പെരളം, എരമംകുറ്റൂർ, പെരിങ്ങോം, വയക്കര, കുഞ്ഞിമംഗലം എന്നീ പഞ്ചായത്തുകൾ പരിധിയാക്കി ഒരു കുടുംബത്തിലെ 5 അംഗങ്ങളും അവരുടെ ആശ്രിതരും ഡയറക്ടർമാരായി മാത്തിൽ കേന്ദ്രീകരിച്ച് രൂപീകരിച്ച സീഡ് സൊസൈറ്റിയുടെ പേരിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ചെറുകിട വ്യാപാരികളെയും സഹകരണ സ്ഥാപനങ്ങളെയും തകർക്കുന്ന പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് കേരള വ്യാപാരി വ്യവസായി സമിതി മാത്തിൽ യൂണിറ്റ് മാധ്യമ സമ്മേളനത്തിൽ ആരോപിച്ചു. സാധനങ്ങൾ യഥാർത്ഥ വിലയേക്കാൾ കൂടുതൽ വിലയിട്ട് പകുതി വില അംഗങ്ങൾ നിന്ന് ഈടാക്കുകയാണെന്നും വൻകിട കച്ചവട സ്ഥാപനങ്ങളുമായി എഗ്രിമെന്റ് ഉണ്ടാക്കി അവർ മുഖാന്തിരമാണ് സാധനങ്ങൾ വിൽക്കുന്നതെന്നും ഇത് ലൈസൻസും നികുതിയും അടച്ച് നിയമവിധേയമായി കച്ചവടം നടത്തുന്ന ചെറുകിട വ്യാപാരികളെ തകർക്കുമെന്നും ഭാരവാഹികൾ ആരോപിക്കുന്നുണ്ട്. കുടുംബശ്രീ ബന്ധം വെച്ചുകൊണ്ടാണ് മെമ്പർമാരെ ചേർക്കുന്നതെന്നും സീഡ് സൊസൈറ്റിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്ന നടപടികൾ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് വ്യാപാരി സമൂഹം മുന്നിട്ടിറങ്ങുമെന്നും ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ പറയുന്നു. വി ശോഭന, കെ നാരായണൻ, എ അനിൽകുമാർ, കെ ഇ വിനോദ്, കെ എ കബീർ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ലോകപ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ ഡാവിഞ്ചി സുരേഷിന്റെ 50ാം പിറന്നാളിന് പയ്യന്നൂർ കാനായിൽ നിന്നും സമ്മാനം. ശില്പി ഉണ്ണി കാനായിയാണ് വ്യത്യസ്തമായ സമ്മാനം ഒരുക്കിയത്. ലോകപ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ ഡാവിഞ്ചി സുരേഷിന്റെ 50ാം പിറന്നാൾ സമ്മാനമായി പയ്യന്നൂർ കാനായിൽ അദ്ദേഹത്തിന്റെ ശില്പമൊരുങ്ങി. ഇനിയുള്ള ജീവിതയാത്രയിലും കലയിൽ സജീവമാകേണ്ട ഡാവിഞ്ചി സുരേഷിന് പണിയായുധമായ ബ്രഷുകൾ തന്നെയാണ് നൽകാൻ തീരുമാനിച്ചിരുന്നത്. ബ്രഷ് ബേസായാണ് ഡാവിഞ്ചി സുരേഷിന്റെ ശില്പം ഒരുക്കിയിട്ടുള്ളത്. കളിമണ്ണിൽ ചെയ്ത് പിന്നീട് ഫൈബർ ഗ്ലാസിലേക്ക് കാസ്റ്റ് ചെയ്ത് വെങ്കല നിറം പൂശുകയായിരുന്നു. ജൂൺ 26-ന് ഡാവിഞ്ചി സുരേഷിന്റെ പിറന്നാൾ ദിനത്തിൽ കൊടുങ്ങല്ലൂരിൽ വെച്ച് പിറന്നാൾ സമ്മാനം അദ്ദേഹത്തിന് നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം പെരുമ്പ GMUP സ്കൂളിൽ നൃത്തശില്പവും ഒപ്പുശേഖരണവും നടത്തി. സ്കൂളിൽ തയ്യാറാക്കിയ ഒപ്പുപ്രതലത്തിൽ മുഴുവൻ കുട്ടികളും അധ്യാപകരും ഒപ്പുവെച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി പെരുമ്പ GMUP സ്കൂളിൽ ലഹരി വിരുദ്ധ നൃത്തശില്പത്തിന്റെ അവതരണവും ഒപ്പുശേഖരണവും നടന്നു. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിലൊരു നാളും നാം എന്ന വരികൾക്ക് കുട്ടികൾ ചുവടുവച്ചു. സ്കൂളിൽ തയ്യാറാക്കിയ ഒപ്പുപ്രതലത്തിൽ മുഴുവൻ കുട്ടികളും അധ്യാപകരും ഒപ്പുവച്ചു. ലഹരി വിരുദ്ധ പോസ്റ്റർ രചനയും നടത്തി. ഹെഡ്മാസ്റ്റർ CM വിനയചന്ദ്രൻ, V പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം പയ്യന്നൂർ ഫിഷറീസ് കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് നടത്തി ലഹരി വിരുദ്ധ സന്ദേശം നൽകി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിന്റെ കീഴിൽ പയ്യന്നൂരിൽ പ്രവർത്തിക്കുന്ന ഫിഷറീസ് കോളേജ് പയ്യന്നൂരും NSS യൂണിറ്റും ചേർന്ന് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് നടത്തി. ഒപ്പം ലഹരി വിരുദ്ധ സന്ദേശവും നൽകി. ഓഫീസർ ഇൻചാർജ് ഡോക്ടർ അരുൺ S, NSS കോർഡിനേറ്റർ നന്ദന US, NSS യൂണിറ്റ് സെക്രട്ടറി സഫിയ ബീഗം, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുണ്ടയങ്കോവൽ കുന്നുംബ്രം പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയികളെ അനുമോദിച്ചു. വൈദ്യനാഥ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K പത്മിനി. കുന്നുംപുറം പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും സർവീസിൽ നിന്ന് വിരമിച്ച K വിനോദ് കുമാറിനുള്ള ആദരവും സംഘടിപ്പിച്ചു. കുന്നുംപുറം വൈദ്യനാഥേശ്വര ആഘോഷ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങ് കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K പത്മിനി ഉദ്ഘാടനം ചെയ്തു. പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലിയ വലിയ അവർക്ക് വേണ്ടുന്ന എല്ലാ പ്രചോദനവും നാടുകളിൽ നിന്നും വീടുകളിൽ നിന്നും സ്കൂളിൽ നിന്നും എല്ലാ ക്ലബുകളിൽ നിന്നും വായനശാലകളിൽ നിന്നും എല്ലാ സ്ഥലത്തു നിന്നും അവർക്ക് വലിയ രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു.
അതിനനുസരിച്ച് തന്നെ അവരുടെ വിദ്യാഭ്യാസവും നമുക്കറിയാം പഴയ കാലത്തെ വിദ്യാഭ്യാസത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത് വലിയ മുന്നോട്ട് പോകാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കെ എൻ ദാസൻ, രമേശൻ ചെറുട്ട, സതി ഇസി, ഇ വി രമേശൻ, കെ രാഹുൽ, കെ വി വിജയൻ, കെ എം ബാബു, കൃഷ്ണൻ മാസ്റ്റർ, കെ എം മോഹനൻ, കെ എം വിമല, വിനോദ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കുഞ്ഞിമംഗലം ഗോപാൽ UP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. കുഞ്ഞിമംഗലം ഗോപാൽ UP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. കണ്ടംകുളങ്ങര വായനശാല പരിസരം, കുഞ്ഞിമംഗലം ഹൈസ്കൂൾ, കോവപ്പുറം, തെക്കുംപാട്, കുന്നരു, കാരന്താട് എന്നിവിടങ്ങളിലാണ് കുട്ടികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും പയ്യന്നൂർ കാനായിൽ വ്യാപക നാശനഷ്ടം. കാനായി വള്ളിക്കെട്ട് പ്രദേശത്തെ വീടുകൾക്കും കൃഷികൾക്കും നാശം സംഭവിച്ചു. സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി നഗരസഭാ അധികൃതർ. പുതിയങ്ങാടി കടപ്പുറത്തെ സീസൈഡ് ഐസ് പ്ലാന്റിൽ അമോണിയം ചോർച്ച. പ്ലാന്റിലെ പൈപ്പിൽ നിന്ന് വാതക ചോർച്ച ഉണ്ടായത് ബുധനാഴ്ച രാവിലെ. പയ്യന്നൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേന ഉച്ചയോടെ വാതക ചോർച്ച പരിഹരിച്ചു. ലോക ലഹരി വിരുദ്ധ ദിനം. നാടിനെ ലഹരി വിമുക്തമാക്കാൻ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് വൈവിധ്യമാർന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ. സർക്കാർ തന്നെ മദ്യ ഉപഭോഗത്തിന് സൗകര്യമൊരുക്കുമ്പോൾ ഇത്തരമൊരു ദിനാചരണത്തിന്റെ പ്രസക്തി എന്തെന്നും ചോദ്യം. പരിസ്ഥിതി സാഹിത്യകാരന്മാരെ ആക്രമിക്കാൻ ഗൂഢസംഘം നിലനിൽക്കുന്നുണ്ടെന്ന് വലിയപറമ്പ് പടന്നക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ദളമർമരം പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട്. ഇരകളെ വലയിലാക്കാൻ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളുടെ ഇമോഷണൽ മെസ്സേജിംഗ്. തട്ടിപ്പുകളെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരാകുമ്പോൾ തന്ത്രങ്ങൾ പരിഷ്കരിച്ച് തട്ടിപ്പ് സംഘങ്ങൾ. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.